അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെ സൈലന്റ് മോഡിൽ ഇരിക്കുന്നേ? രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കേ? അവർ രണ്ടുപേരും ഹാപ്പി തന്നെയാ. അവർക്ക് അച്ഛനെ വലിയ പരിചയമില്ലല്ലോ, അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാ അല്ലേ അമ്മു? ഓ അത് ശരി. കുറച്ച് സംസാരിച്ചറിയുമ്പോ അച്ഛനും അവരുടെ ഫ്രണ്ട് ആയിക്കോളും. നിങ്ങളെ കുറിച്ച് ഗൗരിമോള് പറഞ്ഞു കേട്ടിട്ടുള്ളത് നിങ്ങൾ സ്കൂളിലെ ഭയങ്കര കില്ലാടികളാണെന്നാണല്ലോ. ഇടയ്ക്ക് തല്ലൊക്കെ ഉണ്ടാക്കും അല്ലേ? ഏയ് ഇല്ലെങ്കിലേ, ഞങ്ങൾ അങ്ങനെ ആരോടും വഴക്കിട്ട് പോവാറില്ല. ബ്ലാക്ക് പാൻഡേഴ്സാ എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്. 3 ഏഞ്ചൽസിന്റെ എനിമിയാണ് ബ്ലാക്ക് പാൻഡേഴ്സ്. ഞാനും ഇപ്പൊ ഏഞ്ചൽസിന്റെ ടീമിലാ. ആ, നിങ്ങൾ 3 ഏഞ്ചൽസിന്റെ കാര്യമൊക്കെ അങ്കിൾ അറിയുന്നുണ്ട് കേട്ടോ. ദേ, ആവശ്യമില്ലാതെ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോവല്ലേ. ആവശ്യമില്ലാത്തപ്പോ ഞങ്ങൾ ഒരു വഴക്കം ഉണ്ടാക്കാറില്ല അങ്കിൾ. അത്യാവശ്യമുള്ളപ്പോ മാത്രമേ വഴക്കുണ്ടാക്കൂ. കൊള്ളാം, ഇടുക്കികളാ. അപ്പൊ ഈ സൈലൻസ് ഒക്കെ വെറും അഭിനയമായിരുന്നല്ലേ? ആഹാ, ഗൗരിമോളെ, ഫ്രണ്ടിനെ വിളിച്ചിട്ട് നമ്മൾ എത്താറായെന്ന് പറ. ഞാൻ ഇപ്പൊ വിളിക്കാം. ഹലോ ഗൗരി, നിങ്ങൾ എവിടെയായി? ഞങ്ങൾ അങ്ങോട്ട് എത്താറായി. അവിടെയെല്ലാം ഓക്കെ അല്ലേ? ആ, ഇവിടെ എല്ലാം സെറ്റാ. ഞാൻ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ. എന്തൊക്കെയാ? അത് സർപ്രൈസ്. ചിപ്പിയുടെ അമ്മ അവിടെ ഉണ്ടോ? ഉണ്ടല്ലോ. നിങ്ങൾ എപ്പോ എത്തും? ദേ, ഞങ്ങളിപ്പോ എത്താറായി. ഓക്കെ, എന്നാ ഞാൻ അമ്മയോട് എന്ന് പറയട്ടെ. നിങ്ങൾ വേഗം വാ. ആ അമ്മേ, ഇനി കുറച്ചേ ഉള്ളൂ. അല്ല, എന്തൊക്കെയാ നിങ്ങളുടെ പ്ലാനിങ്ങുകൾ? കുറെ പ്ലാനിങ് ഉണ്ട് അല്ലേ ഗൗരി? യെസ് ഗൈസ്. അതിനെന്താ, അവര് വരട്ടെ. അമ്മ നിങ്ങൾക്ക് ഒരു വലിയ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്ത് സർപ്രൈസ്? അതൊക്കെ പറയാം, സമയാവട്ടെ. ഒന്ന് പറയാമേ പ്ലീസ്. അമ്മ മോക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് ആണത്. ഗിഫ്റ്റോ? അതെന്താ? നിങ്ങളുടെ സ്ലീപ്പ് ഓവർ നടക്കാൻ പോകുന്നതേ ഇവിടെയല്ല. പിന്നെ എവിടെയാ? അതൊരു ബ്യൂട്ടിഫുൾ പ്ലേസിലാ. ഒരു റിസോർട്ട് പോലെ, ഒരു പിക്നിക് സ്പോട്ട്. അവിടെ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം. ആണോ? ആ, സൂപ്പർ. താങ്ക് യു അമ്മേ. ദേ, ഇനി അമ്മയോട് ഒരിക്കലും പിണങ്ങരുത്. അതിനാ ഈ ഗിഫ്റ്റ്. മനസ്സിലായോ? ഇനി അമ്മയോട് ഞാൻ പിണങ്ങത്തില്ല. എന്താ? താഴെ പോലീസ് വന്നിട്ടുണ്ട് മാഡം. പോലീസോ? അതെ, മാഡത്തിനെ വിളിക്കാൻ പറഞ്ഞു. അയാളുടെ ഭാവം കണ്ടിട്ട് എന്തോ ഗൗരവത്തിലാണെന്ന് തോന്നുന്നു. നിന്നോട് വേറൊന്നും ചോദിച്ചില്ലേ? അല്ല, എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോന്ന് അറിയാനാ. ഇല്ല മാഡം, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇയാളിതിനകത്ത് വരെ വന്ന് കയറിയോ? ഈ മോളുടെ കൂടെ ഇവിടെ തന്നെ കാണണം. ഒരു കാരണവശാലും മോളെ താഴേക്ക് വിടരുത്. ശരി മാഡം. മോളെ, താഴെ അമ്മയെ കാണാൻ ഒരു പോലീസ് ഓഫീസർ വന്നിട്ടുണ്ട്. അമ്മ പെട്ടെന്ന് അയാളെ പറഞ്ഞു വിട്ടിട്ട് വരാം. എന്തിനാ പോലീസ് വന്നത്?
അവർക്ക് അമ്മയെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം കാണും. ഇടയ്ക്കിടയ്ക്ക് അമ്മ അവർക്കൊക്കെ പണം കൊടുക്കുന്നതല്ലേ. അമ്മ പോയിട്ട് ഇപ്പൊ വരാം കേട്ടോ. അതുവരെ മോള് താഴേക്ക് വരണ്ട. ഇല്ല സർ, ഇതിനേക്കാളും വലിയ പേമാരിയും കൊടുങ്കാറ്റും വന്നിട്ടും ഞാൻ ഭയന്നിട്ടില്ല. പിന്നെയാണോ ഈ ഒരു ചെറുകാറ്റ്? ഉള്ളു പൊള്ളയാണെങ്കിൽ ഒരു ചെറുകാറ്റ് പോലും വേണ്ട മേഡം. വെറുതെ ഒന്ന് തള്ളിയാ മതി, വീണുപോകും. ഇതിലും നിങ്ങളെ ഞാൻ പൂട്ടും. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത പോലെ. നിങ്ങളെക്കാൾ വലിയ ഒരുപാട് പേര് അവന്തികയെ പൂട്ടാൻ പല തവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. എനിക്കെതിരെ ഒരു തെളിവും ഹാജരാക്കാൻ അവർക്കാർക്ക് സാധിച്ചിട്ടില്ല. അത് നിങ്ങളുടെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം. പക്ഷേ ഇവിടെ നിങ്ങളെ അത് രക്ഷിക്കില്ല. എന്റെ കയ്യിലെ വ്യക്തമായ തെളിവുകളുണ്ട്, ശക്തനായ ദൃക്സാക്ഷിയും. ആരാണ് സാറിന്റെ ആ ദൃക്സാക്ഷി? എന്താ മറുപടി പറയാൻ പറ്റുന്നില്ലേ? ആ, അതിന് അങ്ങനൊരു ദൃക്സാക്ഷി വേണ്ടേ?